സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് വലിയൊരു ബോസിൻ്റെ കഥയാണ്. ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഓഫീസുണ്ട്, ഒരുപാട് ബിസിനസ്സുള്ള, ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്ന വലിയൊരു ഓഫീസ്. അതിൻ്റെ ബോസാണ് മൂപ്പരാച്ചാൽ ലോക കോഴിയാണ്. അപ്പോൾ ആ കോഴിയുടെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോണത്. കാശുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആർക്കും കോഴിയാവാമല്ലോ. അപ്പോൾ എന്താ ഓഫീസിൽ നടക്കണ്ടേ എന്ന് നമുക്കൊന്ന് അങ്ങോട്ട് കടന്നു ചെന്ന് എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. വളരെ രസകരമാണ് കേട്ടോ. ബോസാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് പുരുഷന്മാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓഫീസാണ്. അപ്പോൾ പല സ്ത്രീകളും പ്രൊമോഷനായി പോകുന്നു. 3 മാസം കഴിഞ്ഞാലും അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞാലും അവരെ പ്രൊമോഷൻ കൊടുക്കുന്നു, അവർക്ക് ഇൻക്രിമെൻറ്റ് കൂട്ടുന്നു, ശമ്പളം കൂട്ടുന്നു, ബോണസ് കൊടുക്കുന്നു, ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ ഈ സ്ത്രീകൾക്ക് മാത്രം ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ഈ സ്ഥിരമാക്കുന്നു, അതുപോലെ തന്നെ ശമ്പളം കൂട്ടുന്നു എന്നാന്ന് അവിടെയുള്ള ആണുങ്ങൾക്കൊന്നും ഒരു പിടുത്തമില്ല. അവിടെ 2 കൊല്ലം 3 കൊല്ലമൊക്കെ ആയ ആണുങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഇപ്പോൾ 3 മാസമായുള്ളൊരു പെണ്ണുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗേളി എന്നാണ് പേര്. ആ പെണ്ണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മാസമായി ജോലി ചെയ്ത് എന്തോ ബോസിൻ്റെ ഈ കോഴിയാണെന്നുള്ളത് ആ പെണ്ണ് അറിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. ആ പെണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞു, ബോസ് എനിക്ക് ഒന്ന് പ്രൊമോഷൻ തരണം. അപ്പോൾ ബോസ് ചോദിച്ചു, നീ വന്നിട്ട് ആകെ 3 മാസമല്ലായുള്ളൂ, 3 മാസം ആകുമ്പോഴേക്കും നിനക്ക് എങ്ങനെ പ്രൊമോഷൻ തരിക? നിൻ്റെ വർക്കിൽ ഞാൻ സാറ്റിസ്ഫാക്ഷൻ ആവണം, അത് ചെയ്താൽ നിനക്ക് പ്രൊമോഷൻ കിട്ടും. ബോസ്, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്, എനിക്ക് ഈ ചെറിയൊരു പൈസ കൊണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് പ്രൊമോഷൻ കിട്ടണം എന്ന് പറഞ്ഞു. പ്രൊമോഷൻ കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണത് കേൾക്കണം. ബോസ് എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ്, ബോസിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഓഹോ ശരി, എന്നാൽ ഒരു കാര്യം ചെയ്യും. അപ്പോൾ ബോസും ഒരു സ്ത്രീ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാളും ഇങ്ങോട്ട് കടക്കില്ല. എന്നൊരു കാര്യം ചെയ്യും, നിൻ്റെ പെർഫോമൻസ് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബോസിൻ്റെ പഴം എടുത്തിട്ട് അവളുടെ ഗേളിയുടെ കയ്യിൽ കൊടുത്തു. ഗേളി അത് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് വിശദമായിട്ട് ആദ്യമേ കുറച്ച് കളികളൊക്കെ നടത്തിയോടുകൂടി ബോസിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സോഫയിൽ കിടന്ന് തന്നെ അവരവിടെ നല്ലൊരു പെർഫോമൻസ് നടത്തി. ഗേളി ബോസിന് വലിയ ഇഷ്ടപ്പെട്ടു. ബോസ് അപ്പം തന്നെ നിന്നെ പ്രൊമോഷനോട് കൂടി പുതിയ ശമ്പള സ്കെയിലിൽ നിന്നെ ഞാനിവിടെ സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പെണ്ണിന് വലിയ സന്തോഷമായി. ഗേളി അങ്ങനെ പുറത്ത് നിന്നിട്ട് എല്ലാവരോടും പറയാം, എന്നെ ബോസ് സ്ഥിരമാക്കി, എനിക്ക് ശമ്പള കൂടുതലായി, ബോണസും എല്ലാ ഇൻക്രിമെൻറ്റും കിട്ടുന്നുണ്ട്, ഇവിടെ എല്ലാ ആനുകൂല്യങ്ങളും എനിക്കും കിട്ടുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവിടെ ഒരു ചങ്ങാതി ഉണ്ട്, 2-3 കൊല്ലമായി മൂപ്പരോടെ ജോലി ചെയ്യുന്നത്. ഇന്ന് വരെ മൂപ്പർക്ക് പ്രൊമോഷനും ഇല്ല, പ്രൊമോഷനും ഇല്ല, ഒരു വസ്തുവില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ അവന് വലിയ വിഷമമായി. അപ്പോൾ അവൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഞാനിവിടെ 3 കൊല്ലമായി ഇവിടെ കയ്യിലൂത്തണത്, ഇന്ന വരെ എനിക്കൊരു പ്രൊമോഷൻ കിട്ടില്ല, ഇന്നലെ വന്ന പെണ്ണുങ്ങളൊക്കെ പ്രൊമോഷനായിട്ട് പോകുന്നത് കണ്ട. അപ്പോൾ ഈ വലിയൊരു കഷ്ടത്തിലാണ് ഞാൻ ഇരിക്കുന്നത്, വീട്ടിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഈ നക്കാപ്പിച്ച കാശ് കൊണ്ട് ജീവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് വേറെ ജോലി അന്വേഷിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, ഇതിനൊക്കെ ചില ട്രിക്കുകളുണ്ട്, ഞാൻ വേണമെങ്കിൽ നിനക്ക് ആ ട്രിക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു തരാം, നിനക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ചെയ്തോ എന്ന് പറയണം. അപ്പോൾ ഓഫീസ് ടൈമും കഴിഞ്ഞിട്ട് അവനോട് പറഞ്ഞു, അതേ എനിക്ക് പ്രൊമോഷൻ കിട്ടിയത് എങ്ങനെയാണെന്ന് നിനക്ക് അറിയണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിനക്ക് എങ്ങനെ പ്രൊമോഷൻ കിട്ടിയേ? ഞാൻ വന്ന ഒരു കൊല്ലമാകുമ്പോഴേക്കും എനിക്ക് പ്രൊമോഷൻ കിട്ടി. നമ്മുടെ ബോസ് ഒരു കോഴീന് ഭയങ്കര ഞരമ്പ് രോഗിയാണ്, അപ്പോൾ അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ല, ചെയ്യാൻ പറ്റുമെന്നല്ല, ഞാൻ ചെയ്ത കാര്യം നിനക്കോട് പറയാം, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്താണ് നീ ചെയ്ത കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോസിനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് സദ്യക്ക് ക്ഷണിച്ചു. അങ്ങനെ സദ്യക്ക് ക്ഷണിച്ചിട്ട് ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യരെ ഞാൻ ബോസിന് കാഴ്ചവെച്ചു. എൻ്റെ ഭാര്യ എന്നെ അംഗീകരിച്ചു. എൻ്റെ ബോസിന് ഭാര്യ എൻ്റെ ബോസ് നമ്മുടെ ബോസിനെ നന്നായി അങ്ങോട്ട് സൂചിപ്പിച്ചു. പിറ്റേ ദിവസം എനിക്ക് ബോണസും പ്രൊമോഷനും എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടി. അങ്ങനെയാണ് ഞാൻ ഈ പ്രൊമോഷനായി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ ഇത്രയും മോശം മനുഷ്യനാണോ, ഇത്രയും വൃത്തികേടുകൾ ചെയ്തിട്ടാണോ നീ പ്രൊമോഷൻ മേടിക്കുന്നത്? നിൻ്റെ ഭാര്യ ഇതിനെ അംഗീകരിച്ചാ? പറഞ്ഞു, എന്ത് ചെയ്യുക, നമുക്കിപ്പോൾ അത് അംഗീകരിക്കാണ്ട് വേറെ വഴിയില്ല, നമുക്ക് ജീവിക്കണമെങ്കിൽ കാശ് വേണം, അതിനിപ്പോൾ ഇവിടെ നടക്കണമെങ്കിൽ അതുള്ളൂ, പുറത്ത് പോയൊരു ജോലി കിട്ടാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഞാനങ്ങനെ ചെയ്തു, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ചെയ്തോ, അല്ലെങ്കിൽ നീ ഈ ചേട്ടിയോടെ കേട്ടോ ആ ചേട്ടിയോട് വിട്ടോ, ഞാൻ നീ ഈ പ്രൊമോഷൻ കിട്ടിയില്ല, കാശില്ല എന്ന് കിടന്ന് ബഹളടിക്കുന്ന കാരണം ഞാൻ നിന്നോട് പറഞ്ഞതാണെന്ന് പറഞ്ഞു.
ഇവനാകെ ടെൻഷനായി. ഇവൻ വീട്ടിൽ ചെന്നു. വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, പ്രൊമോഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പ്രൊമോഷൻ കിട്ടുന്ന യാതൊരു ലക്ഷണവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ജോലി അന്വേഷിക്കാൻ പോകണം. എനിക്ക് ആകെ ടെൻഷനായിട്ട് പാടില്ല. എന്നേക്കാളും മുമ്പ് വന്നവരൊക്കെ ഇവിടെ പ്രൊമോഷനായി പോയി, എനിക്ക് ഒരു പ്രൊമോഷൻ കിട്ടണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് ആ ബോസിനോടൊന്ന് നേരിട്ട് സംസാരിച്ചുകൂടെ? എന്തായാലും ഞാൻ നാളെ ഒന്ന് പോയി സംസാരിക്കാം ബോസിനോട്, എന്താ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതെല്ലാം മറക്ക്, നമുക്കൊന്ന് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ മനസ്സൊന്ന് ഫ്രീ ആവട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവനൊരു ചേച്ചിയുണ്ട് അവിടെ, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞില്ല. ആ ചേച്ചിയുടെ കല്യാണം അടുത്ത് വരികയാണ്. അപ്പോൾ അതിനൊക്കെ പൈസ വേണം. അപ്പോൾ ഒരു ലോൺ എടുത്താൽ തന്നെ അത് അടയ്ക്കണമെങ്കിൽ ഒരു ശമ്പളം കൂടുതൽ വേണമല്ലോ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇതൊക്കെ മറന്നിട്ട് നമുക്കൊന്ന് എൻജോയ് ചെയ്യാം എന്ന് ഭാര്യ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി എൻജോയ് ചെയ്തപ്പോൾ മൂപ്പരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. പരിപാടി മൂപ്പര് പെട്ടെന്ന് നിർത്തി. നമ്മളെ ഭാര്യയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ആയുമില്ല. അപ്പോൾ അങ്ങനെ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് ടെൻഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ടെൻഷനാണ്, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യ അയാൾ അവിടെ, ശരി ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇവിടെ പകുതി ചെയ്തത് ബാത്റൂമിൽ പോയിട്ട് ഫുള്ളായി തീർത്തു ഭാര്യ. അല്ലാണ്ട് വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നടക്കണമാണോ ഇല്ലയെന്ന്. ഇതൊക്കെ നടക്കണതാണ് കേട്ടോ, റിയലായിട്ട് നടക്കണം. പിന്നെ നിങ്ങൾ ഇത്ര വലിയ കാര്യഗൗരവമായിട്ട് എടുക്കൊന്നും വേണ്ട. കഥകൾ കേൾക്കണ്, ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം. അതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കണതാണ്. അതൊക്കെ നമ്മൾ പുറത്തറിയില്ല എന്ന് മാത്രം. അങ്ങനെ അത് കഴിഞ്ഞ് നേരം വെളുത്തിട്ട് പോരുമ്പോൾ ഭാര്യ പ്രത്യേകിച്ച് ഓർമ്മിപ്പിച്ചു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ബോസിനോട് സംസാരിക്കട്ടെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് തന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓഫീസിലെത്തി. എന്നിട്ട് ബോസിൻ്റെ റൂമിൽ ചെന്നു. സാർ, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 3 കൊല്ലമായി. എനിക്കിതുവരെ പ്രൊമോഷൻ കിട്ടിയില്ല. ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എന്നേക്കാളും മുമ്പ് വന്ന ആ ഗേളിക്ക് പ്രൊമോഷനായി, അതുപോലെ എൻ്റെ സുഹൃത്ത് ഇന്ന ആൾക്ക് പ്രൊമോഷനായി പറഞ്ഞു. ബോസ് പറഞ്ഞു, നിങ്ങളുടെ ജോലിയിൽ ഞാൻ സാറ്റിസ്ഫാക്ഷൻ അല്ല. നിങ്ങളുടെ ജോലി നിങ്ങൾ നന്നായി ചെയ്യൂ, നിങ്ങൾക്ക് വരുന്ന പ്രൊമോഷൻ ഇന്നല്ലെങ്കിൽ നാളെ വരും. അവരുടെ ജോലിയിൽ ഞാൻ സാറ്റിസ്ഫാക്ഷനാണ്. 3 മാസമായി വന്ന ഗേളി നിങ്ങളെക്കാളും ബ്രില്യൻ്റായിട്ട് വർക്ക് ചെയ്തു, അതുകൊണ്ട് അവർക്ക് പ്രൊമോഷൻ കൊടുത്തു. നിങ്ങളുടെ കൂട്ടുകാരന് അതുപോലെ തന്നെ പ്രൊമോഷൻ കൊടുത്തു പറഞ്ഞു. അങ്ങനെ പറയരുത് ബോസ്. സാർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലെ കാര്യം വലിയ കഷ്ടമാണ്. എൻ്റെ ചേച്ചിക്ക് കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കണം. ഈ ശമ്പളത്തോണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഭാര്യ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും പരാതിയാണ് പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഒരു ഉപകാരം ചെയ്തു തരാം. ഈ ജോലിയിൽ നിന്ന് നിങ്ങളെ ഞാൻ പറഞ്ഞു വിടാനാണ് പോകുന്നത്. ഇനി ഇവിടെ ബോണസ്, ശമ്പളം കൂടുതൽ, അതുപോലെ തന്നെ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ജോലിയിൽ നിന്ന് ഞാൻ പിരിച്ചുവിടും. എനിക്കല്ലാണ്ട് വേറെ വഴിയില്ല. നിങ്ങളിനി ഈ ഒരു കാര്യം പറഞ്ഞ് ഈ റൂമിലേക്ക് വരരുതട്ടാ എന്ന് പറഞ്ഞിട്ട് അയാൾ ഗെറ്റ് ഔട്ട് അടിക്കുന്നു. അപ്പോൾ അയാൾക്ക് ഭയങ്കര സങ്കടമായി. ചെന്നിട്ട് കൂട്ടുകാരനോട് പറഞ്ഞു, ഒരു രക്ഷയില്ല, ഞാൻ സംസാരിച്ച് നോക്കി എന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞിട്ടാ, ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞില്ലേ, നമ്മുടെ ബോസിന് ഒരുപാട് ചില വീക്കെൻഡ്സുകളുണ്ട്. നമ്മൾ ചിലവരുടെ വീക്കെൻഡ്സിൽ കയറി പിടിക്കണം. അതിന് നമ്മുടെ ഭാര്യമാർ സഹകരിക്കണം. എൻ്റെ ഭാര്യ സഹകരിച്ച കാരണം എനിക്ക് നല്ല ശമ്പളമുണ്ട്, ഞങ്ങൾ ആർഭാടായിട്ട് ജീവിക്കുന്നു. പിന്നെ എന്നും ബോസിൻ്റെ അടുത്ത് കിടക്കാൻ വിടണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ പറഞ്ഞത് എനിക്ക് വിശ്വാസമല്ല. കാരണം എന്താ, നമ്മുടെ ബോസ് അങ്ങനെയുള്ള ആളാണോ? എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. നീ ഒന്ന് പരീക്ഷിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടെ ജോലി ചെയ്യുന്ന വേറൊരു ലേഡി ഫയലും കൊണ്ട് ഉള്ളിൽ പോകണുണ്ടു. അപ്പോൾ പതുക്കെ പോയിട്ട് ആ സൈഡിലുള്ള ചെറിയൊരു കർട്ടൻ നീക്കിയിട്ട് നോക്കിയപ്പോൾ ഇതിൻ്റെ സോഫയിലിട്ടിട്ട് നല്ല പരിപാടിയാണ്. അപ്പോൾ അവന് മനസ്സിലായി, കൂട്ടുകാരൻ പറഞ്ഞ് സത്യമാണ്, ഇവിടെ നടക്കുന്നത് ഇന്നതാണ് എന്നവന് കൃത്യമായിട്ട് മനസ്സിലായി. അത് കഴിഞ്ഞ് ഒരു ഓഫീസ് ടൈമും കഴിഞ്ഞപ്പോൾ അവൻ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ഭാര്യയോട് പറഞ്ഞ് ഇതൊക്കെ ഒന്ന് തീരുമാനമാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ആ മൂപ്പര് വീട്ടിൽ ചെന്നത്. വീട്ടിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഭാര്യ വന്ന വഴിക്ക് ചോദിച്ചു, നിങ്ങൾ ബോസിനോട് സംസാരിച്ചാൽ? ബോസിനോടൊക്കെ സംസാരിച്ചു. ബോസ് പറയണത് നിങ്ങളോട് വേണമെങ്കിൽ ജോലി വിട്ടു പോയിക്കൊള്ളാനാണ് പറയണത്. ഞാൻ പല സ്ഥലത്തും ജോലി അന്വേഷിച്ചു, ഒരു രക്ഷയില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ജോലി വിട്ടാലും ശരിയാവില്ല. എനിക്ക് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷനൊന്നും എനിക്കില്ല. പല കമ്പനിക്കാരും അതാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത്? അതെന്ന് പറയാനാണ് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ കൂട്ടുകാർ രക്ഷപ്പെട്ടു പോയതൊക്കെ അവർക്കൊക്കെ പ്രൊമോഷൻ കിട്ടിയതും പെണ്ണുങ്ങൾക്ക് അവിടെ പ്രൊമോഷൻ കിട്ടിയതും എൻ്റെ ഓഫീസറൊരു കോഴിയാണ്. അയാൾക്ക് പരിപാടിക്ക് കൊടുത്താൽ അയാൾ അപ്പോൾ നമുക്ക് പ്രൊമോഷൻ അടിച്ചു തരും. എൻ്റെ കൂട്ടുകാരനും കിട്ടിയത് അങ്ങനെയാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ഭാര്യ അതിന് സഹകരിച്ചാൽ പിന്നെ അല്ലാണ്ട്. പക്ഷെ നിന്നെ ഞാൻ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കില്ല, നീ പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഓഫീസിൽ വന്നു. ഓഫീസിൽ നിന്ന് വർക്ക് തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയുടെ ഫോൺ വന്നു. ഭാര്യയുടെ ഫോൺ വന്നപ്പോൾ എടുത്തിട്ട് ചോദിച്ചാൽ എന്താ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ബോസിനെ നാളെ നമ്മുടെ വീട്ടിലേക്ക് ഡിന്നറിന് ക്ഷണിക്കുക. അപ്പോൾ നീ എന്താ ഈ പറയണത്? അതെ, നമ്മൾക്കും ജീവിക്കണ്ടേ, ഡിന്നറിന് വരട്ടെ,
നമ്മുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഞാൻ ബോസിനോട് സംസാരിച്ചോളാം, ബാക്കിയൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവന് സന്തോഷമായി. ഇവൻ ചെന്നിട്ട് ബോസിനോട് 5 മണിയായപ്പോൾ ഓഫീസ് അടയ്ക്കുന്ന നേരത്ത് ചെന്നിട്ട് പറഞ്ഞു, സാർ നാളെ എൻ്റെ വീട്ടിൽ ഡിന്നറിന് വരുമോ സാറ് എന്ന് പറഞ്ഞു. എന്താ നാളെ വിശേഷം? നാളെ എനിക്കൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്, പക്ഷേ നീ ഇപ്പോൾ ഇത്രയും നാളായിട്ട് എന്നെ ഡിന്നറിന് ക്ഷണിച്ചിട്ടില്ല, ഇപ്പം ഒന്ന് ആദ്യമായിട്ട് ക്ഷണിക്കല്ലേ, എന്തായാലും ഞാൻ ആ പരിപാടി ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരാം എന്ന് പറയണം. അങ്ങനെ പിറ്റേ ദിവസം ഡിന്നറാണ്. ഇപ്പം എൻ്റെ എല്ലാ വിഭവങ്ങളും ആട്, മട്ടൻ, കോഴി, ചിക്കൻ, ഞാൻ പറഞ്ഞില്ലേ എല്ലാ വിഭവങ്ങളും മൂപ്പര് ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡിന്നറിന് വന്നിരുന്നു. അപ്പോൾ ഭാര്യനെ കണ്ടപ്പോൾ ബോസ് ഇടയ്ക്കിടയ്ക്ക് ഒളിക്കണ്ണിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ മൂപ്പരെ ചേച്ചിയുണ്ട്. ആ ചേച്ചിയും വന്നിരുന്നിട്ട് ഭക്ഷണം വന്നിരുന്നു. നമ്മുടെ ബോസിന് കമ്പനി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇവർ 4 പേരും കൂടി ഇരുന്ന് അവിടെ ചർച്ച, ഓരോ സംസാരങ്ങളൊക്കെ ചെയ്യുന്നു, വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ചേച്ചി പറഞ്ഞു, എന്തായാലും നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ ഉറങ്ങാൻ പോകുന്നിട്ടാന്ന് പറഞ്ഞു. ചേച്ചി ഉറങ്ങാൻ പോയി. ചേച്ചി ഉറങ്ങാൻ പോയപ്പോൾ ചേച്ചി പറഞ്ഞു, എനിക്കൊരു മരുന്ന് കഴിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ നേരത്തെ കിടക്കണം എന്ന് എനിക്ക് പറഞ്ഞു. അപ്പോൾ ഇവൻ തന്നെ, ചേച്ചി ഞാൻ മരുന്ന് എടുത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോയി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് 2 ആൾക്കും സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ ഇവള് പറഞ്ഞു, ഞങ്ങൾക്ക് ബോസിനോട് പറഞ്ഞു, എൻ്റെ ഭാര്യ, ഞങ്ങൾക്ക് ഈ ശമ്പളത്തോണ്ട് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചേച്ചീനെ കണ്ടില്ലേ, ചേച്ചിയുടെ കല്യാണം കഴിയാൻ പോകണം, കല്യാണത്തിന് ഒരുപാട് പൈസ വേണം, അതുപോലെ തന്നെ ലോൺ എടുക്കാൻ വെച്ചാൽ ഈ ശമ്പളം കൊണ്ട് അടച്ചു പോകാൻ പറ്റില്ല, ഒരുപാട് ദാരിദ്ര്യം ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ബോസിനോട് പറയാണ്ടെന്ന് പറഞ്ഞു. എൻ്റെ റൂമിലേക്ക് ഒന്ന് വരുമെന്ന് ചോദിച്ചു. ബോസ് പറഞ്ഞു വരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ബോസ് ഇവളുടെ റൂമിലേക്ക് വന്നു. റൂമിലേക്ക് വന്നപ്പോൾ ഇവൾക്ക് ബോസിന് മനസ്സിലായി ഇത് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ചോദിച്ചു, അല്ല പ്രൊമോഷന് വേണ്ടിയിട്ട് ഭർത്താവ് സമ്മതിച്ചിട്ടാണോ എന്നെ ഡിന്നറിന് വിളിച്ചതും എന്നെ ഇപ്പോൾ റൂമിലേക്ക് വിളിച്ച് നമ്മൾ സംസാരിക്കുന്നതും? അപ്പോൾ പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് വലുത് പൈസയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ടെൻഷൻ വെച്ചിട്ട് എൻ്റെ ഭർത്താവായിട്ട് ഞാൻ ബന്ധപ്പെടുമ്പോഴും ചെയ്യുമ്പോഴൊന്നും ഭർത്താവിന് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഭർത്താവിന് മുഴുവൻ ടെൻഷനാണ്. പ്രൊമോഷൻ കിട്ടിയില്ല, കാശില്ല എന്നുള്ള ടെൻഷനാണ്. പക്ഷേ ആ ടെൻഷനും മാറും. അതുപോലെ തന്നെ പണ്ടാരെ പറഞ്ഞ കണക്ക് പോത്തിൻ്റെ കടിയും മാറി കാക്കയുടെ വിശപ്പ് മാറി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും തയ്യാറാണ് ബോസ് എന്ന് പറഞ്ഞു. ബോസ് പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല. ഭാര്യയെടുത്ത് ബെഡിലിട്ടു. അവർ അടിപൊളിയായിട്ട് അങ്ങോട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ ഇവിടെ ബന്ധപ്പെടുന്നതും വർത്തമാനം പറഞ്ഞൊക്കെ ശബ്ദങ്ങളൊക്കെ പുറത്ത് കേട്ടുകൊണ്ട് ഭർത്താവ് കയ്യും വെച്ചിങ്ങനെ ഇരിക്കുക. ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ്. ജീവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില വിട്ടുവീഴ്ചകൾ ഭാര്യയും ഭർത്താവും ചെയ്യണം. അല്ലാണ്ട് ഇപ്പം നമ്മൾ എന്ത് ചെയ്യാം ഇതിനൊക്കെ എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി മുഴുവൻ ബോസ് പരിപാടി തന്നെ നടന്നു. നേരം വെളുത്തിട്ട് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നാളെ നീ ഓഫീസിൽ വരുമ്പോൾ നമുക്ക് നിനക്ക് പ്രൊമോഷൻ നിൻ്റെ കയ്യിൽ ഞാൻ അടിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ബോസ് പോണ നേരത്ത് ഈ ഇവൻ്റെ ചേച്ചി കിടക്കുന്ന റൂമിൻ്റെ അതിലാണ് പോയത്. നോക്കിയപ്പോൾ എൻ്റെ ചേച്ചി കിടക്കണ പോസ് കണ്ടപ്പോൾ നമ്മുടെ ബോസിന് മനസ്സിലൊരു ലഡ് പൊട്ടി. എന്താ വെച്ചാൽ തുടയൊക്കെ കാണിച്ച് ഇങ്ങനെ കിടക്കുക, ഉറങ്ങണം. ഇത് കണ്ടപ്പോൾ അവന് ബോസിന് ഭയങ്കര ഇഷ്ടമായി. ബോസ് അങ്ങനെ പോയി. അങ്ങനെ പിറ്റേ ദിവസം ഓഫീസിൽ ചെല്ലുന്നു. അപ്പോൾ അങ്ങനെ ഇൻക്രിമെൻ്റ് അടക്കം, ബോണസ് അടക്കം, അതുപോലെ തന്നെ ശമ്പളം കൂടുതൽ, പിന്നെ പ്രൊമോഷൻ അടിച്ച് കയ്യിൽ കൊടുക്കണം. എന്നിട്ട് ബോസ് ഒരു ഡയലോഗ് പറയണം, അതേ ഇപ്പം ഞാൻ നിനക്ക് ഒരു എഗ്രിമെൻറ്റ് തന്നു, അതുപോലെ തന്നെ നിന്നെ ഒരു 3 എഗ്രിമെൻറ്റും അതുപോലെ തന്നെ 3 ഇരട്ടി ശമ്പളം തരാൻ പോകണം നിനക്ക്. അപ്പോൾ ചോദിച്ചു, അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? അതിന് നീ ഒന്നും ചെയ്യണ്ട, എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്താ ആഗ്രഹം? ഞാനിപ്പം നിൻ്റെ ഭാര്യയുടെ കൂടെ കഴിഞ്ഞു, ഞാനൊരു സ്ത്രീയുടെ 2ാമത്തെ പ്രാവശ്യം കഴിയാറില്ല. നിങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോൾ എൻ്റെ മനസ്സ് കവർന്നു നിൻ്റെ ചേച്ചി. അപ്പോൾ അതുകൊണ്ട് നിൻ്റെ ചേച്ചിയായിട്ട് എനിക്ക് ബന്ധപ്പെടണം. അതിനൊരു സാഹചര്യം ഉണ്ടാക്കി തന്നാൽ ഇപ്പം കിട്ടുന്നതിന് 3 ഇരട്ടി ശമ്പളം നിനക്ക് ഞാൻ തരും എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ പ്രൊമോഷൻ തന്ന ജോലിനേക്കാളും സ്വല്പം കൂടി ഉയർന്ന ജോലി നിനക്ക് തരും എന്ന് പറഞ്ഞു. ഇപ്പം ആകെ ഞെട്ടി, ഇതെന്തായി പറയണത്? ചേച്ചിയെ കല്യാണം കഴിക്കാൻ പോകണം, ചേച്ചീനെ ഇവിടെ ചെന്നിട്ട് ഈ കേസൊക്കെ പറയാൻ പറ്റുമോ? ഇനിയിപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ തന്നെ ഇയാൾക്ക് വിഷമാവില്ലേ എന്ന് വിചാരിച്ച് ഭാര്യയോട് ഒന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു. ചേച്ചീനെ പരിപാടി ചെയ്യുന്നതെന്നാണ് പറയണത് അദ്ദേഹം. അതുപോലെ 3 ഇരട്ടി ശമ്പളം, അതുപോലെ തന്നെ വീണ്ടും പ്രൊമോഷനൊക്കെ പറയണം. എന്ത് ചെയ്യാൻ നമുക്ക് ചോദിച്ചു. നമുക്കത് അടിച്ചെടുക്കാം, ഞാൻ ചേച്ചിയോട് പോയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഭാര്യ പോയിട്ട് ചേച്ചിയോട് പറയണം, ചേച്ചിയെ നമുക്കിപ്പോൾ ഈ ശമ്പളത്തിൽ ജീവിക്കാൻ ഒരു രക്ഷയുമില്ല,
നമ്മുടെ ബോസിനെ ചേച്ചി കണ്ട് പരിചയപ്പെട്ടില്ലേ? പരിചയപ്പെട്ടു. നല്ല മനുഷ്യനാണ്. അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചീനവിടെ വന്നിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ചേച്ചീനെയും കൊണ്ട് ആളുടെ ബംഗ്ലാവിലേക്ക് ചെല്ലാനാണ് പറയുന്നത്. ഒരു രാത്രി ചേച്ചിയുടെ കൂടെ ആൾക്ക് കഴിയണമെന്നുള്ളത്. ആ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടന് പ്രൊമോഷനും കിട്ടും. അപ്പോൾ ഇവിടെ പ്രൊമോഷനായ കാര്യം ചേച്ചിയോട് പറഞ്ഞിട്ടില്ല. ചേട്ടന് പ്രൊമോഷനും കിട്ടും, അതുപോലെ തന്നെ ഇൻക്രിമെൻറ്റ് കൂടും, ശമ്പളം കൂടും, ബോണസ് കൂടും, എല്ലാം കൂടും. നമ്മുടെ ജീവിതം തന്നെ സെറ്റിലാവും. ചേച്ചിക്കാച്ചാൽ സുഖമായിട്ട് ചേച്ചീനെ കല്യാണം കഴിച്ചു വിടാൻ ഞങ്ങൾക്ക് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഇങ്ങനെ ആലോചിച്ചു, അവന് വേണ്ടിയിട്ട് പറഞ്ഞു അവന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് വലിയ സന്തോഷമായി. ഇവിടുന്ന് ഭർത്താവിനോട് പറഞ്ഞു, ചേച്ചി സമ്മതിച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബോസിനെ വിളിച്ചപ്പോൾ എൻ്റെ ബംഗ്ലാവിലേക്ക് അവർ രണ്ടുപേരും വരട്ടെ, നീ വരണ്ടാട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ബംഗ്ലാവിലേക്ക് എൻ്റെ ഭാര്യ ചേച്ചിനെയും കൊണ്ട് പോവുക. ചേച്ചിനെയും കൊണ്ടുപോയിട്ട് ചേച്ചി അവനെ കണ്ടോടുകൂടി ചേച്ചിനെ കൊണ്ട് നമ്മുടെ ബോസിന് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബോസ് ഇപ്പോൾ ഭാര്യനേക്കാളും ഇഷ്ടപ്പെട്ടു അവൻ്റെ ചേച്ചീനെ. അങ്ങനെ ചേച്ചിനെയും കൊണ്ടും റൂമിലേക്ക് പോകുന്ന പരിപാടിക്ക്. ഇവൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഒരിക്കൽ കൂടി അയാളായിട്ട് ബന്ധപ്പെടാന്നുള്ള ആഗ്രഹം അവൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിപ്പിനെയും നടക്കില്ലല്ലോ. ചേച്ചിയായിട്ട് പരിപാടി ചെയ്യാനായിട്ട് റൂമിൽ കടന്നു. അങ്ങനെ ഇവൾക്ക് പുറത്ത് നിന്നിട്ട് ഇവൾക്ക് തീരെ സഹിക്കുന്നില്ല. അവിടെ പരിപാടി നടക്കണം, അവിടുത്തെ ശബ്ദങ്ങൾ കേൾക്കണം. അത് കഴിഞ്ഞിട്ട് രാത്രി 12 മണിയായി, എന്നിട്ടും തീരുന്നില്ല. എന്നിട്ട് ഇവള് ചെകിട്ട് ഓർത്ത് നിൽക്കാതെ എന്താണ് അവിടെ നടക്കണം എന്നുള്ളത്. പക്ഷേ ഇവൾക്ക് ലാസ്റ്റ് എന്തുണ്ടായി, ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റാതെ. അപ്പോൾ പിന്നെ എന്തായാലും രണ്ടാമത് ഇയാളെന്തായാലും ഇവളെ ചെയ്യില്ല എന്നുള്ള അവൾക്ക് അറിയാം, അയാൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നടക്കണതും ഇയാളുടെ പരിപാടിയൊക്കെ മനസ്സിൽ അങ്ങോട്ട് ആലോചിച്ച് ഇവള് പുറത്ത് നിന്നിട്ട് സ്വയംഭോഗം ചെയ്തു. അത് കഴിഞ്ഞ് നേരം വെളുത്ത് ഒന്നും അറിയാത്ത പോലെ എല്ലാം നോർമൽ. ഇവർ ചേച്ചിയും അവൻ്റെ ഭാര്യയും കൂടി വീട്ടിൽ വന്ന പിറ്റേ ദിവസം തൊട്ട് അവരുടെ ജീവിതം അങ്ങോട്ട് മാറ്റി മറിയണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചില ഉന്നതന്മാരുടെ ജീവിതചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ പല കറുത്ത പുള്ളികളും കാണും. അതൊന്നും ഇപ്പോൾ നമ്മൾ സമൂഹത്തിലുള്ളവർ അറിഞ്ഞോളന്നില്ല. എന്തെങ്കിലും ഒരു കള്ളത്തരങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ടൊന്നും പെട്ടെന്നൊന്നും ഒരാൾക്ക് അങ്ങനെ കാശുകാരനാവാനോ വലിയ ഉദ്യോഗത്തിൽ കയറാനോ നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കഥ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇത് വലിയ സീരിയസ് ആയിട്ട് കാണുമൊന്നും വേണ്ട കേട്ടോ. ഇതൊരു കഥയാണ് എന്ന് വെച്ച് കാണുക, ഒരു എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.